ഞാനീ പറയുന്ന വിഷയം നിങ്ങളുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് ഒരു വീട്ടിൽ പശു വളർത്തുന്നു, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ വളർത്തുന്നു, ഏതുമായിക്കോട്ടെ, അതിനെ വളർത്തുന്നു, അതിനെ ഭക്ഷിക്കുവാൻ അല്ലെങ്കിൽ കൊല്ലുവാൻ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കുന്നുണ്ട്, അതാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന കുടുംബത്തിലെ മക്കളുടെ വിവാഹം താമസിക്കുന്നുണ്ടോ, മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിക്കുന്നുണ്ടോ, അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗർഭാശയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്താണെന്നറിയാമോ? നിങ്ങളത് നിരീക്ഷിച്ച് നോക്കണം. നിങ്ങൾ നിരീക്ഷിക്കുന്നില്ല, നിരീക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത നിങ്ങൾ മനസ്സിലാവും. വളർത്തു മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ സ്നേഹിക്കുകയാണ്. കാരണം നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അറിയാം, നായ്ക്ക് ഭക്ഷണം കൊടുത്താൽ അത് വാലാട്ടി സ്നേഹം കാണിക്കും. സ്നേഹം നന്ദി പറഞ്ഞിട്ട് മാത്രമേ അത് ഭക്ഷണം കഴിക്കുകയുള്ളൂ. കാരണം ഭക്ഷണം ആദ്യം മണത്ത് നോക്കും, എന്നിട്ട് നമ്മളെ നോക്കും, നന്ദിയെന്ന് പറഞ്ഞിട്ട് അത് ഭക്ഷണം കഴിക്കും. അപ്പം വളർത്തു മൃഗങ്ങളിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ ചെറിയ തലച്ചോറാണ്. അപ്പം അതിനകത്ത് കമ്പാഷനാണ് അവർക്കുള്ളത്, സ്നേഹം, കരുണ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ നമ്മളെ അളക്കുന്നത്. ഒരു കാരണത്താലും ഞാനിവിടുന്ന് മരണപ്പെട്ടു പോകില്ല. എല്ലാ ജീവികൾക്കും മരണഭയമാണ്, അതുകൊണ്ടാണ് പേടിക്കുന്നത്, ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളും ഭയപ്പെടുന്നത്, അതുകൊണ്ടാണല്ലോ. പാമ്പിനെ കണ്ട് ഭയപ്പെടുന്നത് നമ്മൾ മരിച്ചു പോകുമെന്നുള്ള ഭയമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. അപ്പോൾ അത് ബേസായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ നമ്മൾ കമ്പാഷനും കൊടുത്തു, സ്നേഹം കൊടുത്തു, അല്ലേ? നമ്മുടെ സംസാര വികാരമെല്ലാം അതിൻ്റെ തലച്ചോറിലേക്ക് വെച്ച് അതിനെ സ്നേഹത്തോടെ വളർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു നാൾ കത്തിമുനയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെന്തായിരിക്കും അവരുടെ ഉള്ളിൽ വരിക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നത്. ഈ പഠനമാണ് നമുക്ക് സമാധാനം തരുള്ളൂ.